ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നതരെ കാണാനില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ഈ ജെറുസലേം പോസ്റ്റ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രത്യക്ഷരാകുന്നില്ല എന്ന് അവർ സമ്മതിക്കുന്നു. പ്രത്യക്ഷരാകുന്നില്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അഭിമുഖം നിൽക്കുന്ന സമയത്ത്, സൈനികർ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി ഒളിവിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല. അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇവരെയും കണ്ടിട്ട് ഒരുപാട് നാളായി എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പരുതുകയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എവിടെയാണ്, പ്രതിരോധ മന്ത്രി എവിടെയാണ്, ബന്ധപ്പെട്ടവർ എവിടെയാണ് എന്നുള്ളത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഒരു പരിധിവരെ റഷ്യ ഇറാന് ഈ വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യതയോട് കൂടി തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് സ്ഥിരീകരണമില്ലാത്തതായതുകൊണ്ട് ഇപ്പോൾ അവർ എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ ഉത്തരം നൽകേണ്ടതുണ്ട്. അത് ആരും നൽകുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. രണ്ട് മുഖമാണ്, യുദ്ധമുഖമാണ് ഇപ്പോൾ ഇസ്രായേൽ തുറന്നത്. ഒന്ന് ലെബനാൻ കേന്ദ്രീകരിച്ച്, മറ്റൊന്ന് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ സഹായമുണ്ട്. കടലിലും കരയിലും ആകാശത്തും ഈ യുദ്ധം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആകാശ യുദ്ധമാണ് നിലവിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അപകടമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് ആകാശയുദ്ധം. കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാന്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 5000-ലധികം സൈനികർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ചില സൈനികരെല്ലാം ഇറാന്റെ കൈവശത്തിലായതോടുകൂടി അവർ പിൻവലിച്ചതാണ് എന്നും പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇസ്രായേലിലെ സൈനികർ ഉണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ഒരു യുദ്ധം. ആകാശവും കരയും കടലും ആകാശം ചേർന്ന് കൊണ്ടുള്ള ഒരു യുദ്ധം ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. രണ്ടാമത്തെ യുദ്ധം വരുന്നത് ലെബനാനിലാണ്. ലെബനാനിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധവും ആകാശ യുദ്ധവുമാണ് കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതിൽ നിലവിൽ അറിഞ്ഞിടത്തോളം അമേരിക്കയുടെ സൈനികർ പങ്കുവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിലുള്ള പകയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനാനെ ആക്രമിച്ചത് എന്ന് പറയപ്പെടുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ്. ആ രാജ്യത്തിന് നേരെ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല, ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല. അതിപ്പോൾ നിലവിൽ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ വലിയ രീതിയിലുള്ള തിരിച്ചടി ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഉണ്ടാവുന്നു എന്നുള്ളതും 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കപ്പെട്ട ലെബനാന്റെ ഭാഗത്ത് പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ലെബനാൻ തന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും വരുന്നു. 50 മുതൽ 250 വരെ ഇസ്രായേലി പൗരന്മാർ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അതോടൊപ്പം തന്നെ യുദ്ധ ടാങ്കുകളടക്കം ഒരുപാട് യുദ്ധ സംവിധാനങ്ങളും ഹിസ്ബുള്ള ഗ്രൂപ്പ് തകർത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് എന്ന് ചുരുക്കം. അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളാണ് ഉള്ളത്. കാര്യം എന്ന് പറയാൻ രണ്ട് മേഖലയിലും, അതായത് ലെബനാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും മുന്നേറാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ ഇറാൻ നടത്തുമ്പോൾ അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർക്ക് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷിതമായിരിക്കുന്ന ബംഗറിൽ ഒളിവിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് പറയപ്പെടുന്നത്. അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു അയാളുടെ ഓഫീസ് സമുച്ചയങ്ങൾ തകർത്തോടുകൂടി അയാൾ മരണപ്പെട്ടിട്ടുണ്ട്, അത് ഇസ്രായേൽ പുറത്തു വിടാത്തതാണ് എന്ന വിവരം പറയുന്നു. അങ്ങനെ പരസ്പരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടും കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു രീതിയാണ്. ഭീഷണി സ്വരം കൊണ്ട് മാത്രം കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് അമേരിക്ക വെറുതെ മണ്ടത്തരം വിചാരിക്കുകയാണ് എന്നാണ് ഇറാനെതിരെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധം പോലെയുള്ള ഇത്രയും വലിയ ഒരു ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതർ ജയിലിൽ പോകുന്ന ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ ഇല്ലാത്തതാണ് എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമുഖത്ത് സൈനികരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ
മന്ത്രിമാരും റാങ്ക് ലിസ്റ്റിലുള്ളവരും ചെയ്യുന്നത് എന്നുള്ള ഒരു പരാതി പോലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിൻ്റെ ഇറാനുമായിട്ട് അതികഠിനമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന ഈ മുഹൂർത്തത്തിൽ തന്നെ ലെബനാൻ ആക്രമിച്ചത് ശരിയല്ല എന്ന അഭിപ്രായം ഇസ്രായേലിൻ്റെ സൈനികരിൽ തന്നെ ഉണ്ട്. രണ്ട് രാജ്യത്തെയും ഒരുമിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യം നിലവിൽ ഇസ്രായേലിനില്ല എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനേക്കാൾ ഏറെ നഷ്ടമുണ്ടായത് അമേരിക്കക്കാണ്. ഇസ്രായേലിന് മുൻപിൽ വലിയ അഭിമാനികളായി നിൽക്കാനും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് അതിന് സാധിക്കൂ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിച്ചത്, അമേരിക്ക ഉദ്ദേശിച്ചത്. പക്ഷേ അമേരിക്കയുടെ തലച്ചോറിന് തന്നെ വെടികൊള്ളുന്ന രീതിയിലാണ് ഈ മേഖലയിലെ യുദ്ധത്തിൻ്റെ സാഹചര്യ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി തന്നെ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ആക്രമിക്കുന്ന രീതികളും പ്രവർത്തനങ്ങളും അതൊരിക്കലും ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് ഇറാൻ ആക്രമിക്കാൻ തങ്ങളോട് സമ്മതിക്കുകയില്ല. സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇപ്പോൾ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. അഥവാ പറയുന്ന കാര്യം അമേരിക്കയുടെ സൈനിക ബേസ് ഘട്ടഘട്ടമായ രീതിയിൽ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചന നടത്തണമെന്ന് ചില അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചാ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും വിഷയമായതുകൊണ്ടുമാണ് ഇപ്പോൾ അത് പുറത്ത് അറിയാത്തത്. വല്ലാതെ വൈകാതെ പുറത്ത് അറിയും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്ത വിധം അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷവും അതിനു മുൻപും എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. 48-ലെ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീടുള്ള അവിടെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ മരിച്ചുപോയ ഫലസ്തീനികളുടെ എണ്ണത്തെക്കുറിച്ച് ഒരുപക്ഷെ കൊന്ന ഇസ്രായേലിന് പോലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രക്ക് നാശങ്ങളും നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സ്ഥിതി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വെട്ടിലായിരിക്കുന്ന സ്ഥിതിയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല മേഖല അറേബ്യൻ രാജ്യങ്ങളിലെ പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ആ സമയത്തെല്ലാം അറേബ്യൻ രാജ്യങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. അത് ശ്രദ്ധേയമായിരിക്കുന്ന മറുപടിയാണ്. അവർ പറയുന്നത്, ഒരിക്കൽ പോലും തങ്ങളുടെ ഭൂമികയിൽ വെച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ആക്രമിക്കുന്നത് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മിസൈലോ അല്ലെങ്കിൽ ആക്രമണ രീതിയിലുള്ള ആക്രമണ പദ്ധതികൾ പൊളിക്കുകയാണ് അല്ലെങ്കിൽ തകർക്കുകയാണ്. മിസൈലിനെ തകർത്ത് പൊട്ടിക്കുക എന്നല്ലാതെ ഈ മേഖലയിൽ വെച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് ഒരു മിസൈൽ വർഷിക്കുന്ന ഒരു രീതി ഒരിക്കലും അറേബ്യൻ രാജ്യങ്ങൾ തുടരുകയില്ല എന്നുള്ള കാര്യവും അവർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്.